Hello my dear students, welcome back to Organization Behavior. നമ്മളിപ്പോൾ 46ാമത്തെ സെഷനിലാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 8 ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ടെക്നിക്സ് ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാമത്തെ ടെക്നിക്കാണ് MBO. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിലൊക്കെ MBO. വാട്ട് ഈസ് MBO? MBO എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷൻസിലുള്ള എല്ലാ കാര്യങ്ങളും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളുടെ എല്ലാ ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും ഈക്വലി ഇൻവോൾവ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. അതാണ്. സോ അതുകൊണ്ട് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് MBO. ഓക്കെ, ഇത് നമ്മളുടെ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റിനെ കുറേ കൂടി എൻഹാൻസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്തത്, ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് നമുക്കറിയാമല്ലോ, നമുക്ക് വളരെ സുപരിചിതരായിട്ടുള്ള പീറ്റർ ഡ്രഗറാണ് ഇദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ MBO വഴി നമ്മളുടെ എല്ലാവരുടെയും ജോബ് പെർഫോമൻസ് ഒത്തൊരുമിച്ച് കൊണ്ട് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം. അപ്പം ഈ ഒരു MBO പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട്സ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി വേറെ 2 ഓതേഴ്സ്, കോട്സ് ആൻഡ് ഓഡോണൽ എന്ന് പറഞ്ഞ 2 ഓതേഴ്സ് MBO ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇതൊരു കോംപ്രിഹെൻസീവ് മാനേജറിയൽ സിസ്റ്റം എന്നാണ്. വളരെ വ്യാപകമായിട്ടുള്ളൊരു മാനേജറിയൽ സിസ്റ്റമാണ്. ഇതിലൊരുപാട് കീ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനറിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മളുടെ പെർഫോമൻസ്, നമ്മുടെ മാനേജേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും ഓർഗനൈസേഷൻസിൻ്റെയും ഒക്കെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെവലിലും അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വഴി. ഓക്കെ, സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സ് എല്ലാവരും അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ MBO ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇവിടെ എല്ലാവരുടെയും ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷനും ഇൻവോൾവ്മെൻറ്റും ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും വളരെ അനിവാര്യമാണ്. ഇനി MBOയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. MBO എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഗോൾസിലാണ്, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സും. അതുപോലെ തന്നെ ഈ ഗോൾസ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ഗോൾസ് ഉണ്ടാവും, ഷോർട്ട് ടൈം ഗോൾസ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ MBOയുടെ ഫിലോസഫി തന്നെ എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഒരു ഡൈനമിക് എൻറ്റിറ്റിയാണ്. എപ്പോഴും ചേഞ്ചസിന് വിധേയമാവേണ്ട ഒരു സംരംഭമാണ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലാണ് MBO കാണുന്നത് ഒരു ഓർഗനൈസേഷനെ. പിന്നെ എപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു അറ്റൻഷൻ ഈ പറയുന്ന ഗോൾസ് മോഡിഫൈ ചെയ്യുന്നതിലും ഇമ്പ്രൂവ് ചെയ്യുന്നതിലും റിഫൈൻ ചെയ്യുന്നതിലും കാണിക്കണം. അതുപോലെ തന്നെ അത് അച്ചീവ് ചെയ്യുന്നതിലും കാണിക്കണം. ഓക്കെ, പിന്നെ ഇഫക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ഈ പറയുന്ന ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ എപ്പോഴും എംഫസിസ് കൊടുക്കേണ്ടത് ഇഫക്റ്റീവ് പെർഫോമൻസിലാണ്. ഓക്കെ, ഇത് ശരിക്കും ഈ MBO നമ്മുടെ ഒരു നല്ലൊരു ഓർഗനൈസേഷന് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, നല്ലൊരു പ്രൊസീജിയറാണ്. അതുപോലെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംവിധാനമാണ്. റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാനും ഇത് നല്ലൊരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മളുടെ MBOയുടെ ഒരു എടുത്തു പറയുന്നൊരു ഫീച്ചറാണ് പീരിയോഡിക് ആയിട്ടുള്ള അതിൻ്റെ റിവ്യൂസ്, അതിൻ്റെ പെർഫോമൻസിൻ്റെ റിവ്യൂസ്. നമുക്ക് ഈ പറയുന്ന MBO എന്ന് പറഞ്ഞ ടെക്നിക്ക് ശരിക്കും ഈ പറയുന്ന MBOനോട് താല്പര്യമുള്ളൊരു കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ അവരുടെ വിഷൻസ് എല്ലായ്പ്പോഴും മാനേജേഴ്സായിട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈ MBO ടെക്നിക്ക് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണം ഉണ്ടാവുന്നത് എന്നുള്ളത്. ഓക്കെ, അതും ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് MBOയുടെ സ്റ്റെപ്സാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പും വളരെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പാണ് MBOയുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് വെച്ചത്. അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. കാരണം ഈ ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവാണ് മറ്റുള്ള പലതിനും ഗൈഡ് ലൈൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ബേസിക് ഒബ്ജക്റ്റീവ്സ് ശരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ സർവൈവ് ചെയ്യുന്നതും എക്സ്പാൻഷൻ നടത്തുന്നതെല്ലാം തീരുമാനിക്കുന്നത്. ഇവിടെ ഈ സർവൈവൽ ആൻഡ് എക്സ്പാൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനിമം കണ്ടീഷൻസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് സർവേ ചെയ്യാൻ പറ്റുക, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, സോ കോസ്റ്റ് അധികം കൂട്ടാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇത് ഒരു ഗ്രോത്ത് ഒബ്ജക്റ്റീവാണ്. നമ്മുടെ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ശരിക്കും ഈ രീതിയിൽ വളരെ കെയർഫുള്ളായിട്ട് ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ടോപ്പ് മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് സപ്പോർട്ടീവായിട്ടുള്ള കുറച്ച് ഡെറിവേറ്റീവ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നുണ്ടാവും. അത് താഴെ ലെവൽസിലെ ഡിപ്പാർട്ട്മെൻറ്റ്സും ഓരോ സെക്ഷൻസും ഇൻഡിവിജ്വൽസും എല്ലാവരും ആ ഡെറിവേറ്റീവ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ ഒബ്ജക്റ്റീവ്സും കൂടി ചേർന്ന് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് MBO. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പല ആക്ഷൻ പ്ലാൻസും നടത്തുകയാണ്, ആക്ഷൻ പ്ലാൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ആക്ഷൻ പ്ലാൻസിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും ചെയ്യേണ്ടത്, ഓരോ ഡിവിഷൻസ് ചെയ്യേണ്ടത്, ഓരോ ഇൻഡിവിജ്വൽസ് ചെയ്യേണ്ടതൊക്കെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ടാവും ഈ ആക്ഷൻ പ്ലാനിൽ. ഓക്കെ, നമ്മളുടെ MBOയുടെ പ്രോസസ്സിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് പീരിയോഡിക് റിവ്യൂ ആണ്. ഓക്കെ, സോ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ പ്ലാൻസ് ഉണ്ടാക്കി. ഇനി മൂന്നാമത്താണ് പീരിയോഡിക് റിവ്യൂ. പീരിയോഡിക് റിവ്യൂവിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സും അതിനുള്ള ആക്ഷൻ പ്ലാൻസും എത്ര കണ്ട് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. അത് ഇതിൽ മീറ്റിംഗ് ഉണ്ടാവും. പീരിയോഡിക് റിവ്യൂസിൽ മീറ്റിംഗ് സുപ്പീരിയർ സബോർഡിനേറ്റ്സ് തമ്മിൽ അസംബിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അവർ തമ്മിൽ ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതും അതിനനുസരിച്ചുള്ള ആക്ഷൻ പ്ലാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അല്ല എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നുള്ളത് നോക്കും. ഓരോരുത്തരും ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ എന്ത് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നതാണ് പീരിയോഡിക് റിവ്യൂ. ഇനി ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇപ്പോൾ MBOയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതനുസരിച്ചുള്ള ആക്ഷൻ പ്ലാൻസ് ഉണ്ട്. ആക്ഷൻ പ്ലാൻസിലെ കറക്ഷൻസ് എല്ലാം വരുത്തി നമ്മളിപ്പം ആ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതിൽ എല്ലാവരും നിലകൊള്ളുന്നത് അങ്ങനെയാണ് ഓർഗനൈസേഷനിൽ. അപ്പോൾ ആ രീതിയിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചാണ് അവർക്ക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാനാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് കണ്ടെത്തും. എന്നിട്ട് അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് അവർക്കത് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, ഏതെങ്കിലും ആൾക്കാർക്ക് അവരുടെ പെർഫോമൻസ് ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവർക്ക് അവരെ എന്ത് ചെയ്യും, പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് മോട്ടിവേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് റിവാർഡും കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ MBOയിലെ 4 പ്രധാനപ്പെട്ട സ്റ്റെപ്സ്. ഇനി MBOയുടെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? MBOയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ കോർപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷനാണ്. കാരണം ഈ ഒരു ഗോൾ സെറ്റിങ്ങിൽ അവർക്ക് കുറേ കൂടി ഫ്രീഡം കിട്ടുകയാണ്. ഫ്രീഡം കിട്ടുമ്പോൾ അവരുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സബോർഡിനേറ്റ്സിൻ്റെ കൂടുതലായിട്ടുള്ള കോർപ്പറേഷനും പാർട്ടിസിപ്പേഷനും MBO കൊണ്ട് സാധ്യമാവുന്നുണ്ട്. ശരിക്കും MBO നമ്മളുടെ സബോർഡിനേറ്റ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്, അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട്. പിന്നെ ഈ പറയുന്ന MBOയിൽ സെറ്റ് ചെയ്യുന്ന നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ കട്ടാണ്, വെരിഫയബിളാണ്. അവർക്ക് ഇൻഡിവിജ്വൽസ് ഓരോരുത്തർക്കും അവരുടെ പെർഫോമൻസിൽ ഒരു നല്ല കൺട്രോളിങ് ചെയ്യാനൊരു ചാൻസ് ഇതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാ മാനേജേഴ്സും എല്ലാ ലെവലിലുള്ളവരും ഈ ഗോൾ സെറ്റിങ്ങിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് അവർ ആ ഗോള് സെറ്റ് ചെയ്ത ഗോള് അച്ചീവ് ചെയ്യാൻ കമ്മിറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മളുടെ ഈ മെയിൻ ഗോളിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ സബ് ഗോൾസ് ഉണ്ടല്ലോ, അതെല്ലാം പല ലെവൽസിലുള്ളതും ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ഇൻഡിവിജ്വൽസും
ആ ഓർഗനൈസേഷൻ്റെ ഗോൾ അനുസരിച്ചാണ് അവരുടെ ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, MBOയ്ക്ക് പെർഫോം ചെയ്യാനായിട്ട് അതിൽ എന്തായാലും ഒരു ഡെഫിനിറ്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. മാനേജേഴ്സ് എല്ലാ ലെവലിലുള്ളവർ ഈക്വലി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ റോള് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഒരു സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ പെർഫോമൻസ് നമുക്ക് MBO വഴി സാധ്യമാണ്. സോ ഇതിൽ ഓരോരുത്തരുടെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യാൻ അതെങ്ങനെ അവർ അച്ചീവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പീരിയോഡിക്കായിട്ടുള്ള റിവ്യൂ പെർഫോമൻസ് നമുക്ക് നോക്കി അതിലൂടെ എന്തുമാത്രം ചേഞ്ചസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ എൻവയോൺമെൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓർഗനൈസേഷനിൽ ചേഞ്ചസ് ഇതിലൂടെ സാധ്യമാണ്. ശരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ്റെ കൺട്രോളിന് പറ്റിയ നല്ലൊരു ടൂളും കൂടിയാണ് MBO.